നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? പ്രീ പ്രൈമറി തലത്തിൽ മൂല്യനിർണ്ണയ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് എ കുട്ടികളുടെ സമഗ്ര വികസനത്തിന്, ബി ഗ്രേഡ് നിശ്ചയിക്കുന്നതിന്, സി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്, ഡി പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന്. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, ഗ്രേഡ് നിശ്ചയിക്കുന്നതിന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രീ പ്രൈമറി കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് സ്വീകരിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻസ് എ ഔപചാരിക സംഭാഷണം, ബി എഴുത്ത് പരീക്ഷ, സി ചോദ്യങ്ങൾ ചോദിക്കൽ, നിരീക്ഷണം. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, നിരീക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈജ്ഞാനിക വികാസ മേഖലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് എ ലഘു പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് കണ്ടെത്തലുകൾ പറയൽ, ബി ചുറ്റുപാടുമുള്ള സസ്യങ്ങൾ നിരീക്ഷിക്കൽ, സി വിവിധ തരം പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെ തിരിച്ചറിയൽ, ഡി കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കൽ. ആൻസർ ഡി ആണ്, കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രങ്ങളും വസ്തുക്കളും കണ്ട് ആശയങ്ങൾ പറയാൻ കഴിയുന്ന കുട്ടിയിൽ ഏതു മേഖലയിലുള്ള വികാസമാണ് കാണാൻ കഴിയുന്നത്? ഓപ്ഷൻസ് ശാരീരിക ചാലക വികാസം, ബി ഭാഷാ വികാസം, സി വൈജ്ഞാനിക വികാസം, ഡി സന്മാർഗ സൗന്ദര്യാത്മക വികാസം. ആൻസർ സി ആണ്, വൈജ്ഞാനിക വികാസം. അടുത്ത ക്വസ്റ്റ്യൻ, സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻസ് എ പിയാഷെ, ബി വാട്സൺ, സി പാവ്ലോ, ഡി വൈഗോസ്കി. ആൻസർ ഡി ആണ്, വൈഗോസ്കി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് ഡാഷ്. ഓപ്ഷൻസ് എ ഉപാഖ്യാന രേഖ, സഞ്ചിത രേഖ, വ്യക്തിഗത രേഖ, ഇൻവെന്ററി. ആൻസർ ബി ആണ്, സഞ്ചിത രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ ഫീഡ്ബാക്കുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ് എ കൃത്യമായ സൂചനകൾ നൽകൽ, ബി മാതൃകകളുടെ അവതരണം, സി ടീച്ചർ പ്രവർത്തനം ചെയ്തു കാണിക്കൽ, ഡി മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യൽ. ആൻസർ ഡി, മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാലേഖന ശേഷി വികസിപ്പിക്കാൻ പര്യാപ്തമായ പ്രവർത്തനം. ഓപ്ഷൻസ് എ കഥ പറയൽ, ബി ചിത്രവായന, സി കഥാഗാനം പാടൽ, ഡി ചിത്രം വര. ആൻസർ ഡി ചിത്രം വര. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നല്ല ചോദകത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ സാധുത, ബി വിശ്വാസ്യത, സി പ്രായോഗികത, ഡി വ്യക്തിപരത. ആൻസർ ഡി വ്യക്തിപരത. അടുത്ത ക്വസ്റ്റ്യൻ, മൂല്യനിർണ്ണയവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ് എ പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സംരചനാ മൂല്യനിർണ്ണയം, ബി ഒരു നിശ്ചിത കാലയളവിന് ശേഷം പുരോഗതി അളക്കുന്നതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം, സി കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യനിർണ്ണയത്തിന് പോർട്ട്ഫോളിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ്, ഡി ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയ പേജിൽ രേഖപ്പെടുത്താം. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയ പേജിൽ രേഖപ്പെടുത്താം.